രാജസ്ഥാൻ അങ്ങനെ അടുത്തൊരു മാച്ചും കൂടി തോറ്റിരിക്കുകയാണ്. ഈ സീസണിലെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കുന്നത്. ഇന്ന് കൊൽക്കത്തയുമായിട്ടാണ് രാജസ്ഥാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് രാജസ്ഥാനായിരുന്നു. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇംപാക്ട് പ്ലെയർ ആയിട്ട് സഞ്ജു കളിക്കളത്തിലുണ്ടായിരുന്നു. ആദ്യം തന്നെ സഞ്ജുവാണ് പുറത്തായത്. 13 റൺസ് മാത്രമേ സഞ്ജുവിനെ എടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് തൊട്ടുപുറകെ റിയാൻ പരാഗും ഔട്ടായി മടങ്ങി. ശേഷം ജയ്സ്വാളിനും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. രാജസ്ഥാന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കൊൽക്കത്തയുടെ ബൗളിംഗിന് മുന്നിൽ രാജസ്ഥാൻ അടിപതറി. റാണ, ദൂബെ തുടങ്ങി എല്ലാ താരങ്ങളും പെട്ടെന്ന് ഔട്ടായി. അങ്ങനെ രാജസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രാജസ്ഥാനെ സംബന്ധിച്ച് ഇത് ചെറിയ സ്കോർ ആയിരുന്നു. പിന്നീട് കൊൽക്കത്ത ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. സ്റ്റാർട്ടിംഗ് തന്നെ അവർ വിക്കറ്റ് കളയാതെ പിടിച്ചു നിന്നു. കൊൽക്കത്ത മെല്ലെയാണ് കളി തുടങ്ങിയത്. രാജസ്ഥാൻ ബൗളേഴ്സിന് കൊൽക്കത്തയെ എറിഞ്ഞു വീഴ്ത്താൻ സാധിച്ചില്ല. അങ്ങനെ അവസാനം കൊൽക്കത്ത കളി ജയിച്ചിരിക്കുകയാണ്. കുറച്ചും കൂടി റൺസ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജസ്ഥാന് കളി പിടിക്കാമായിരുന്നു. ഒരു 200 റൺസെങ്കിലും രാജസ്ഥാൻ ഇന്ന് ആവശ്യമായിരുന്നു. ഇന്ന് രാജസ്ഥാൻ ഫ്ലോപ്പ് ആയത് ബാറ്റിംഗിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ബൗളിംഗിലാണ് പണിയായത്. രാജസ്ഥാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്രാവശ്യം പ്ലേ ഓഫ് കാണാൻ സാധിക്കില്ല. അടുപ്പിച്ച് 2 മാച്ചാണ് രാജസ്ഥാൻ തോറ്റിരിക്കുന്നത്. റിയാൻ പരാഗ് വളരെ മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെക്കുന്നത്. സഞ്ജു വരാതെ ഇനി രാജസ്ഥാന് രക്ഷയില്ല. അടുത്തൊരു മാച്ചും കൂടി സഞ്ജുവിനെ പുറത്തിരിക്കണം. അത് കഴിഞ്ഞാൽ സഞ്ജു ക്യാപ്റ്റൻസി ഏറ്റെടുക്കും. ആദ്യ കളി കൊൽക്കത്ത തോറ്റിട്ടാണ് തുടങ്ങിയത്. രണ്ടാമത്തെ മാച്ചിൽ കൊൽക്കത്ത ജയിച്ചു കയറിയിരിക്കുകയാണ്. രഹാനയുടെ ക്യാപ്റ്റൻസിയിലാണ് കൊൽക്കത്ത ഇപ്രാവശ്യം കളിക്കുന്നത്. ശരിക്കും ഇന്ന് രാജസ്ഥാൻ പിഴച്ചത് ബാറ്റിംഗിൽ തന്നെയാണ്. ആരും തന്നെ ഫോം ആകുന്നില്ല. ഒരുപാട് കളിക്കാർ രാജസ്ഥാനിലുണ്ട്. ആർക്കും തന്നെ മികച്ച റൺസ് പടുത്തുയർത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.